ഹായ് പിജിയൻ സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഞാനിന്നൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എപ്പോഴും തുടക്കക്കാർക്കും അതുപോലെ തന്നെ പ്രാവ് വളർത്തുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഇൻഫോർമേറ്റീവായിരിക്കും, ചിലപ്പോൾ അത് അറിയുന്ന കാര്യമായിരിക്കാം. എങ്കിലും എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അണുനാശിനിയെ കുറിച്ചാണ്. നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ അടിക്കാൻ പറ്റുന്ന ഒരു അണുനാശിനി, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണത്. അതെങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറയും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വീഡിയോ എനിക്ക് തോന്നുന്നു ക്ലിയർ കുറച്ച് കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈവനിങ് ആയി, ഏകദേശം 6 മണി കഴിഞ്ഞു. ആ 6 മണി കഴിഞ്ഞിട്ടുള്ള അപ്പോഴുണ്ടാവുന്ന ആ ഒരു ചെറിയ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളും ഇതുകളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. പിന്നെ വീഡിയോയിലെ കണ്ടൻറ് എന്താണ് അത് മാത്രം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. വീഡിയോ പറയുന്ന ആളുടെ ഇതോ അത് അവതരിപ്പിക്കുന്ന രീതിയോ ഒന്നും ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗൗനിക്കരുത്. ആ വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്, എന്താണ് അതിലെ കണ്ടൻറ്, അത് മാത്രം സ്വീകരിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എപ്പോഴും നിങ്ങൾ താഴെ പിന്നെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് വെർബാക്ക് എന്ന കമ്പനിയുടെ കൊഹർലോസിൻ എന്ന് പറയുന്ന ഈ ഒരു മെഡിസിനാണ്. ഇതൊരു അണുനാശിനിയാണ്. കോൺസെൻട്രേറ്റീവ് ഡിസിൻഫിക്കൻ്റ് ആണ്. അതായത് പിന്നെ ഇതൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മെഡിസിനാണ്. ഇതെപ്പോഴും നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം, ഡയല്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇത് ഇൻ കേസ് പ്രാവുകൾക്ക് മാത്രമല്ല ഇത് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് പിന്നെ ഫാം, പലതരത്തിലുള്ള ഫാം, അതായത് കാറ്റിൽ ഫാം ആയിരിക്കാം, പശുക്കളെ വളർത്തുന്ന ഫാം ആയിരിക്കാം, അല്ലെങ്കിൽ കോഴി ഫാം ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ ആയിരിക്കാം, ഇൻക്യുബേഷൻ്റെ വലിയ റൂമുകളായിരിക്കാം. ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോഫ്റ്റിൻ്റെ ഉള്ളിൽ ചില ബേഡുകൾക്ക് അസുഖം ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളിത് ചുറ്റും എല്ലാ ഭാഗത്തും അടിച്ചു കഴിഞ്ഞാൽ ആ അസുഖമുള്ള ബേഡിൻ്റെ എന്ത് വൈറസാണോ അത് മറ്റേ ബേഡുകളിലേക്ക് പകരില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നതിനും ഇത് കോൺസെൻട്രേറ്റ് എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് കൂടെ ഞാൻ പറയാം. ഇതെപ്പോഴും നമുക്ക് പ്രാവുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയ ഒരു ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ മതി. അതായത് ഏകദേശം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളൊരു 5 ml അല്ല, 5 ml അല്ല, 10 ml ഈ പിന്നെ കൊഹർലോസിൻ എടുക്കുക. 10 ml കൊഹർലോസിൻ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, പ്രാവും കൂട്ടിലും ഷെഡിലും ഒക്കെ നമുക്കിത് അടിച്ചു കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രാവുകളെ പേന് കളയാൻ വേണ്ടിയിട്ട് ടിക്ടോക്സോ അല്ലെങ്കിൽ ടിക്ടോക്സ് പൗഡറോ അല്ലെങ്കിൽ ഫെപ്രോളിൻ സ്പ്രേ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ബേഡുകളൊക്കെ നമ്മൾ പുറത്തിറക്കി ഈ ടിക്ടോക്സിലൊക്കെ മുക്കി നമ്മൾ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്പ്രേ കംപ്ലീറ്റ് നമ്മളെ ഷെഡിനുള്ളിൽ കംപ്ലീറ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാം. ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണിത്. ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പ്രാവുകളുടെ മൂക്കിലേക്കോ അവരുടെ ശരീരത്തിലേക്ക് തട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും വരാനില്ല. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഒരു പ്രത്യേകിച്ചുള്ള ബുദ്ധിമുട്ടുകളൊന്നും ബേഡുകൾക്കില്ല. ഇത് നമുക്ക് ധൈര്യമായിട്ട് ഷെഡിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഇത് 1/2 ലിറ്ററിന് ഏകദേശം 565 രൂപയോളം ഇതിന് വില വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെറുത് അവൈലബിൾ ആണോ എന്നുള്ളത് അറിയില്ല. അത് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ കിട്ടും. ചിലപ്പോൾ ഒരു 100 ml കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ശരിക്കും നമ്മൾ എടുത്ത് വെച്ച് യൂസ് ചെയ്താൽ മതി. ഇത് നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ നായക്കൂടുണ്ടായിരിക്കും, അതുപോലെ പല സംഭവങ്ങളും, പശുക്കളെ വളർത്തുന്നവരും ആട് വളർത്തുന്നവരുണ്ടായിരിക്കും, കോഴികളെ വളർത്തുന്നുണ്ടായിരിക്കും. എല്ലായിടത്തും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു മെഡിസിനാണ്, എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ഒരു സ്പ്രെയർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ ഫുൾ സെറ്റായിട്ടുള്ള സ്പ്രെയർ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പ്രെയർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് മാത്രം ഇപ്പോൾ 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം, ഇതിൻ്റെ ഇത് സ്പ്രെയർ മാത്രം കിട്ടും. അത് നമുക്ക് പെപ്സി 7-Upൻ്റെ എന്ത് ബോട്ടിലും നമുക്കത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇത് ഫിക്സ് ചെയ്തെടുത്ത് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു നല്ലൊരു സംഭവമാണ്. ഇത് എപ്പോഴും നമ്മുടെ കൂട്ടിനുള്ളിൽ ഇങ്ങനത്തെ ഒരു സാധനം എപ്പോഴും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം.
അപ്പോൾ അങ്ങനെ ഒരു സ്പ്രെയർ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മെഡിസിന് ഇഷ്ടപ്പെട്ടു. ഇത് ചിലവർ അറിയുന്നവരുണ്ടായിരിക്കും, എന്നാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടിനുള്ളിൽ ലോഫ്റ്റിനുള്ളിൽ അസുഖങ്ങളും പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ ഇത് സംഭവം തടയും. നല്ല ഒരു അണുനാശിനിയാണ് ഇത്. പിന്നെ കൂട് വൃത്തിയില്ലാത്ത കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പല ഉറുമ്പുകൾ അതുപോലെ പല സംഭവങ്ങൾ എല്ലാത്തിനും ഇത് നശിപ്പിക്കും. ഈ അണുനാശിനി കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണം നമ്മുടെ കൂടിൽ എന്തായാലും കിട്ടും. നമ്മൾ വില കൂടിയ പ്രാവുകൾ ഇതിന് 550 രൂപ എന്ന് വെച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ കാര്യമില്ല. കാരണം നമ്മളെ ഒരു ജോഡി സാധാ ഫാൻസി പ്രാവ്, സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു ഫാൻസി പ്രാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 1000 രൂപയോളം നമുക്ക് നഷ്ടമാവും. അപ്പോൾ ബ്രീഡിംഗ് സെറ്റാണെങ്കിൽ അതിലും കൂടുതൽ, കാരണം എത്ര കുട്ടികൾ ഇറങ്ങേണ്ടതാണത്. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഒന്ന് മേടിച്ച് വെക്കുക എന്ന് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്